അടുത്തത് 2-ാം അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകം. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്തി ആപോ ന ശോഷയതി മാരുതഃ. നല്ല ഒരു പ്രസിദ്ധമായ ശ്ലോകമാണ് ഗീതയിൽ. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്തി ആപോ ന ശോഷയതി മാരുതഃ. ശസ്ത്രാണി ആയുധങ്ങൾ കൊണ്ട്, ചിന്തന്തി ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കാൻ സാധിക്കില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ. അഗ്നി, പാവകൻ, തീയില് ആത്മാവിനെ ഇട്ട് കത്തിച്ചു കളയാൻ പറ്റില്ല. ന ശോഷയതി മാരുതഃ. മാരുതി, കാറ്റിൽ ഇങ്ങനെ വിതറിക്കളയാൻ പറ്റില്ല ആത്മാവിന്. പിന്നെ എന്താ പറയാ, ന ചൈനം ക്ലേദയന്തി ആപ്പോ, വെള്ളത്തിൽ കുതിർത്ത് കളയാനും സാധിക്കില്ല. അപ്പൊ എങ്ങനെയാ ആത്മാവിനെ കൊല്ലുക? ആത്മാവിന് മരണമേ ഇല്ല, നാശമേ ഇല്ല. ആയുധം കൊണ്ട് മുറിക്കാൻ പറ്റില്ല, തീയിനകത്ത് കത്തിക്കാൻ പറ്റില്ല, വെള്ളത്തിൽ കുതിർത്തെടുക്കാൻ പറ്റില്ല, കാറ്റിൽ വിതരാനും സാധിക്കില്ല. നാശം എന്തിനാ? എന്റെ ശരീരത്തിന് മാത്രം. എനിക്ക് നാശമേ ഇല്ല. എന്റെ ശരീരത്തിനാണ് എപ്പോഴും നാശം സംഭവിക്കുന്നത്. പിന്നെ ഞാൻ എത്രമാത്രം എന്റെ ശരീരം എന്ന അറ്റാച്ച്മെന്റ് കൂട്ടുന്നുവോ വേദനയും അതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ആ ആസക്തി കൂടുന്നതനുസരിച്ച് നമുക്ക് വേദനയും കൂടും. ആസക്തി കുറവായി കഴിഞ്ഞാൽ വേദനയും ഉണ്ടാകില്ല. കണ്ണപ്പനായനാർ എന്ന് പറയുന്ന ഒരു ശിവഭക്തന്റെ കഥയുണ്ട്. മഹാദേവൻ അദ്ദേഹത്തിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഒരു ദിവസം കാട്ടിൽ പോയി നോക്കുമ്പോ ശിവലിംഗത്തിന്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നു. ഉടനെ ഇദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അയ്യോ, ശിവന് കണ്ണെന്തോ പറ്റിയല്ലോ, തന്റെ കണ്ണ് ദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കത്തിയെടുത്ത്, ആയുധം എടുത്ത് തന്റെ ഒരു കണ്ണിനെ കുത്തി പിഴുതെടുത്തിട്ട് ശിവലിംഗത്തിൽ വെച്ചു. അടുത്ത് നോക്കുമ്പോ 2-ാമത്തെ കണ്ണിൽ നിന്ന് ചോര വരുന്നു. ഉടനെ തന്റെ 2-ാമത്തെ കണ്ണും കുത്തിപ്പിഴുതെടുത്തിട്ട് ശിവന് അർപ്പിച്ചു. റൈറ്റ്? അദ്ദേഹത്തിന് അത് വിഷമമായിട്ടേ തോന്നിയില്ല, വേദനയായിട്ട് തോന്നിയില്ല. ഞാൻ എന്റേത്, എന്റെ ശരീരം, ഞാൻ പറയുന്നത് പോലെ എല്ലാവരും കേൾക്കണം എന്ന സ്വാർത്ഥ ചിന്താഗതി വളരും തോറും ജീവിതത്തിൽ വേദനയും കൂടും. പക്ഷെ നല്ല ശുദ്ധമായി നാമം ജപിച്ച് അതിനെ കുറയ്ക്കും തോറും മനുഷ്യജന്മത്തിൽ വേദനയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിലാ നാമജപം നമ്മളെ വലുതായിട്ട് സഹായിക്കുന്നത്. ദിവസവും നമ്മൾ ചെയ്യുന്ന നാമജപം ഒരു ധ്യാന രൂപത്തിൽ തന്നെ ചെയ്യണം. വെറുതെ ചെയ്യരുത്, ധ്യാനമായിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നാമം അവരാണെന്ന് മനസ്സിലായി. പക്ഷെ ദിവസവും നമ്മൾ എണീറ്റ് ഇരുന്ന് രാവിലെ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ആ 108 തവണയോ അതിന്റെ ഇരട്ടികളോ ജപിക്കുമ്പോ ഇരുന്ന് ശ്രദ്ധയോട് തന്നെ നമ്മൾ ആ നാമജപം ചെയ്യാം. അത് ചെയ്തു വരുമ്പോ നമുക്ക് ഈ ബോധത്തിൽ നിന്നൊക്കെ വെളിയിൽ വരാൻ സാധിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. ഇന്ന് കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കാം, നോക്കാം ഇന്ന് എന്തൊക്കെയാ ചോദ്യങ്ങളെന്ന്. പിന്നെ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ, അത് പറയാൻ വിട്ടുപോയി. ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവത് കാരുണ്യം കൊണ്ട് നല്ല ഒരു വർഷമായിരിക്കട്ടെ. കൂടുതൽ ആത്മീകമായി പുരോഗമിക്കാൻ സാധിക്കട്ടെ. എല്ലാ കഷ്ടതകളിൽ നിന്നും മാറി നല്ല ഒരു ആനന്ദകരമായ ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. രത്നം, ഏകാഗ്രത കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. ദിവസവും രാവിലെ പരിശീലിച്ചാൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നല്ല പോലെ പരിശീലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനകത്ത് നമുക്ക് ഏകാഗ്രത കിട്ടും. പിന്നെ ഹേമ സുധീഷ്, സൂക്ഷ്മ ശരീരം ആത്മാവും ഒന്നാണോ? അല്ല. ആത്മാവിന് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, ആത്മാവിന് 2 ശരീരമുണ്ട് നമുക്ക്. ഒന്ന് സ്ഥൂല ശരീരം, ഇനി ഒന്ന് സൂക്ഷ്മ ശരീരം.
സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ, ഭൂമി ജലം അഗ്നി വായു ആകാശം കൊണ്ടുണ്ടാക്കിയതാ. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സു ബുദ്ധി അഹങ്കാരം കൊണ്ട്, മൊത്തം നമ്മുടെ ശരീരം 8 സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സു ബുദ്ധി അഹങ്കാരം, ഇങ്ങനെ 8 സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 8ഉം കഴിഞ്ഞ് ഉപരിയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അടുത്തത് വർഷ. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക? തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇത് സ്വാമി പ്രഭുപാദർ പറഞ്ഞു, ഒരു സർക്കസുകാരനെ പോലെ. ഇപ്പൊ നമ്മൾ സർക്കസിലൊക്കെ കണ്ടിട്ടില്ലേ, കുതിരപ്പുറത്ത് എണീച്ചു നിൽക്കുന്നു, കയറിന്റെ മീതെ നടക്കുന്നു, കണ്ണുകെട്ടി കത്തിയെറിയുന്നു. നമ്മൾ വിചാരിക്കും, അയ്യോ ഇതൊക്കെ എങ്ങനെ അവർക്ക് സാധിക്കാം? പരിശീലനം. ഭഗവാൻ പറയുന്നു അർജുനന്റെ അടുത്ത്, അർജുന അസംശയ മഹാബാഹോ, ശരിയാണ് അർജുന നീ പറയുന്നതിന് സംശയമേ ഇല്ല, ഇന്ദ്രിയങ്ങളെ അടക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ വൈരാഗ്യവും പരിശീലനവും ഉണ്ടായി കഴിഞ്ഞാൽ അർജുന നിനക്കത് സാധിക്കും എന്ന് പറയുന്നു. ശരി, താങ്ക് യു. വേറെന്താണ്? മരണം